Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താന്ന് വെച്ചാല് മൈനർ ആൻഡ് ഓണേഴ്സ് ആ ഒരു കോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. ഇന്നലെ ലൈവിൽ കയറിയവർക്ക് അറിയാമായിരിക്കും, ഞാൻ ചെറുതായിട്ട് അതിന്റെ ഒരു ഡിഫറൻസ് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു S3-ലായിരിക്കും മൈനർ ആൻഡ് ഓണേഴ്സ് എടുക്കാൻ പറ്റുന്നത്, അതോ ഇനി നിങ്ങളുടെ സ്കീം വെച്ചിട്ട് S2-ൽ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോഴേ ചെയ്യുന്നത്. അപ്പം മൈനർ ആൻഡ് ഓണേഴ്സ് എടുത്താൽ ആദ്യമേ തന്നെ അത് എടുക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ചുമ്മാ നമ്മളുടെ ബിടെക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഇപ്പം സർട്ടിഫിക്കറ്റിൽ ബിടെക് കോഴ്സ് കംപ്ലീറ്റഡ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗോ, അതായത് നിങ്ങളുടെ സ്പെസിഫിക് ബ്രാഞ്ചിന്റെ ആ ഒരു പേര് മാത്രമായിരിക്കും വരുന്നത്. അപ്പൊ മൈനർ ആൻഡ് ഓണർ എടുത്താലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, വിത്ത് സ്പെഷ്യലൈസ്ഡ് ഇന്നും പറഞ്ഞിട്ട് ആ ഒരു സ്കില്ലിന്റെ പേരൂടെ വരും. ഇപ്പം ഞാനൊരു മൈനർ എടുത്തിരുന്നു, പൈത്തൺ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ വേറൊരു സോഫ്റ്റ്വെയർ സ്കില്ല് പഠിക്കാമെന്ന് വിചാരിച്ച് പൈത്തൺ എടുത്തു. അപ്പം ആ ഒരു പൈത്തൺ CS-ന്റെ ഒരു ബ്രാഞ്ച് ആയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു, ഡിഫറെന്റ് ആയിട്ട് കുറച്ച് അതെടുത്തു. അപ്പോ എന്റെ ആ മൈനർ കോഴ്സ് ഡ്രോപ്പ് ആയി പോയി. അത് ഡ്രോപ്പ് ആയത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യത്തെ 2 സെമ്മില് ഞാൻ പാസ്സായിരുന്നു. തേർഡ് സെം ആയപ്പം ഈ മൈനർ NPTEL എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്തു. അതൊക്കെ ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടത്തുന്നത്. അപ്പൊ NPTEL കോഴ്സ് ആയിട്ട് കണ്ടക്ട് ചെയ്തപ്പോൾ കുറച്ച് ടഫ് ആയിരുന്നു. അങ്ങനെയാണ് എന്റെ മൈനർ ഡ്രോപ്പ് ആയി പോയത്. അപ്പം ഈ മൈനർ ആൻഡ് ഓണേഴ്സ് എടുത്താലുള്ള ഒരു ഗുണം ഇതാണ്. പിന്നെ ഈ മൈനർ ആൻഡ് ഓണറിന്റെ അകത്ത് നമുക്ക് പഠിക്കാൻ എളുപ്പം മൈനർ ആണ്, ഓണർ കുറച്ച് പാടാണ്. പിന്നെ ഈ മൈനർ ആർക്കൊക്കെ എടുക്കാൻ പറ്റും എന്ന് വെച്ചാല്, മൈനർ നമുക്ക് ഇപ്പൊ സപ്ലി ഉണ്ടെങ്കിലും ഇപ്പം സപ്ലി ഉള്ള ആളാണെങ്കിൽ നമുക്ക് മൈനർ എടുക്കാൻ പറ്റും. ഇപ്പൊ മൈനറിന് സപ്ലി വരുവാണെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ എനിക്ക് S3-ൽ വെച്ചായിരുന്നു എന്റെ മൈനർ, അല്ല രണ്ട് വർഷം ഞാൻ കഴിഞ്ഞു, S6-ൽ വെച്ചാന്ന് തോന്നുന്നു. S6-ൽ വെച്ചായിരുന്നു എന്റെ മൈനർ ഡ്രോപ്പ് ആയി പോയത്. ഇപ്പൊ മൈനറിന് സപ്ലി വന്നാലും അത് നമ്മളുടെ അക്കാഡമിക്സിനെ അഫക്ട് ചെയ്യത്തില്ല. മീൻസ് ആ ഒരു സപ്ലി നമ്മളുടെ ഇതിൽ കാണിക്കത്തൊന്നുമില്ല. ഡ്രോപ്പ് ആയാലും നമുക്ക് പിന്നീട് അതുകൊണ്ട് വലിയ നഷ്ടമോ ക്രെഡിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇപ്പൊ മൈനർ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ സപ്ലി എക്സാമിനേഷൻ എഴുതാൻ പറ്റത്തില്ല. അത് അവിടെ വെച്ച് അങ്ങ് ഡ്രോപ്പ് ആയി പോകത്തേ ഉള്ളൂ. പിന്നെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് മൈനർ എന്ന് പറയുന്നത്. ഓണേഴ്സ് എന്ന് വെച്ചാല് കുറച്ചുകൂടി ടഫ് സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ അത് എടുക്കണമെങ്കിൽ നമുക്ക് വേറെ ഒരു സബ്ജക്റ്റിലും സപ്ലി ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് S1-ലും S2-ലും ഒരു സപ്ലി പോലും ഇല്ല, നിങ്ങൾ ഓണേഴ്സ് എടുത്തു, ഓണേഴ്സ് നിങ്ങൾ S3-ലും എടുത്തു. എന്നിട്ട് നിങ്ങൾ S3 എടുത്തു കഴിഞ്ഞപ്പം S3-ൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് സപ്ലി വന്നു എന്ന് വിചാരിക്കും. അപ്പൊ സപ്ലി വരുമ്പം ആ ഓണേഴ്സും അതിന്റെ കൂടെ തന്നെ ക്യാൻസൽ ആയി പോകും. അപ്പം ഓണേഴ്സിന് സപ്ലി വന്നാലും വേറെ ഏത് സബ്ജക്റ്റിന് സപ്ലി വന്നാലും ഓണേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഓണേഴ്സിന്റെ നമ്മളുടെ ആ മറ്റൊരു പാസ്, മീൻസ് ആ കോഴ്സ് പാസ് ആയെന്നുള്ള സർട്ടിഫിക്കറ്റ്, ഇപ്പൊ എല്ലാ സപ്ലി ഇല്ലാണ്ട് പാസ് ആയാലും ഫൈനൽ നമുക്ക് എന്തോ 8 CGP ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഓണേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് മൈനർ ആൻഡ് ഓണർ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഈ ഒരു 2 കോഴ്സും വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ അത്ര ബ്രില്യൻ സ്റ്റുഡൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂന്നുള്ളവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അപ്പം ഇത് നമ്മളെ ഈ ക്ലാസ് ടൈമിൽ തന്നെ സെപ്പറേറ്റ് നമുക്കൊരു പീരീഡ് വരും, മൈനർ ഓർ ഓണർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു സബ്ജക്റ്റിന്റെ സമയത്ത് മൈനർ ഉള്ളവർ പോകണം, അല്ലാത്തവർക്ക് അതൊരു ഫ്രീ പീരീഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ റെമഡിയൽ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് ചില കോളേജസ്. അപ്പൊ അങ്ങനെ ഇരിക്കേണ്ട വരുമായിരിക്കും. ഇപ്പൊ നിങ്ങൾ മൈനർ എടുക്കുവാണെങ്കിൽ അത് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു സബ്ജക്ട് പോലെ തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ ഈ മൈനർ. പിന്നെ ഈ മൈനറിന് നമ്മൾ ഒരു കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മൾ ഏതാണോ എടുക്കുന്നത് അതനുസരിച്ച് നമ്മളൊരു കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു അതിന് ഏകദേശം ഒരു 300 to 400 റുപ്പീസിൽ റേഞ്ച് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ സാധാ സബ്ജക്റ്റിന്റെ ഓരോ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ മൈനറും നമ്മൾ രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ ക്ലാസ് ടീച്ചറിനെ അറിയിച്ചിട്ട്. പിന്നെ മൈനർ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ കോളേജസിലും മൈനറും ഓണറും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സിൽ ഇരുന്ന സമയത്ത് നമുക്കൊരു 3 ബാസ്ക്കറ്റ് തരും. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ബാസ്ക്കറ്റ് പൈത്തൺ, മാത്സ്, പിന്നെ ജാവ ആയിരുന്നു. അപ്പം ഈ ഒരു 3 ബാസ്ക്കറ്റിന്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ CS സ്റ്റുഡൻസിന് എന്തോ AI ML അങ്ങനെ കുറച്ച് ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ കുറച്ചുകൂടെ താല്പര്യം, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ആ ബാസ്ക്കറ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റ് ആയിരിക്കത്തില്ല നമ്മുടെ ഫ്രണ്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വേറെ വേറെ ക്ലാസ്സിലോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പൊ അതാണ് ഈ മൈനർ ആൻഡ് ഓണർ തമ്മിലുള്ള വ്യത്യാസം.
അപ്പം ഏത് മൈനറാ നല്ലതെന്നൊക്കെ ചോദിച്ചിട്ട് ഏതോ CS ഏത് മൈനറാ നല്ലതെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അവിടുന്ന് ഓൾമോസ്റ്റ് CS എടുത്തിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു. അപ്പം ഇനി നിങ്ങൾക്ക് ആ ഒരു AI എന്നുള്ള ബാസ്ക്കറ്റ് തന്നെ വരുമോ എന്ന് ഡൗട്ട് ആണ്. കാരണം ഞാൻ S3 ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബാസ്ക്കറ്റ് അല്ലായിരുന്നു എന്റെ ജൂനിയേഴ്സ് S3 വന്നപ്പം. ബാസ്ക്കറ്റ് അതുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിളും കുറച്ചുകൂടെ നല്ലത് ഏതാന്ന് തോന്നുന്ന ഒരു ബാസ്ക്കറ്റ് എടുത്ത് പഠിക്കാം. ആ ഒരു മൈനറിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഹെൽപ്പ് ചെയ്യും. കാരണം അതൊരു അഡീഷണൽ സ്കില്ല് പോലെ തന്നെയാണ് കൂട്ടുന്നത്. നിങ്ങൾ അത്രയും ആ ഒരു സാധനത്തിൽ സ്പെഷ്യലൈസ് ചെയ്തു എന്നുള്ളത്. പിന്നെ ഈ മൈനർ ഇപ്പൊ പൈത്തൺ നമ്മൾ S3 എടുത്തു, S4 നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല കിട്ടുന്നത്. S4 നമുക്ക് മാത്തമാറ്റിക്സോ ഇപ്പം എനിക്ക് S3 പൈത്തൺ, S4 മാത്സ് ആയിരുന്നു. അത് രണ്ടും ക്ലിയർ ആയിരുന്നു. പിന്നെ അടുത്ത ഏതോ ഒരു ബാസ്ക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. അതിലാണ് ഇത് NPTEL കോഴ്സ് ആയിട്ട് കണ്ടക്ട് ചെയ്ത്, അങ്ങനെയാണ് മൈനർ ഡ്രോപ്പ് ആയി പോയത്. അപ്പം മൈനറും ഓണറും നിങ്ങൾ ഏതെങ്കിലും എടുക്കുവാണെങ്കിൽ നല്ലതാണ്. പഠിക്കാൻ എളുപ്പം മൈനറാണ്. അപ്പം ഇതാണ് ഇതിന്റെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഞാൻ ഇനി എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.